ഹായ് ഓൾ. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാമിന് നമുക്ക് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 7 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അതാണ് റൈറ്റ് അപ്പ്. അപ്പോൾ നിങ്ങളിത് എഴുതുന്ന അവസരത്തിൽ ഒരു 3 പാരഗ്രാഫ് ആയിട്ടെങ്കിലും തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ എക്സാമിനും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് റൈറ്റ് അപ്പ് എന്നുള്ളത്. എന്താണ് റൈറ്റ് അപ്പ്? അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ടു എക്സ്പ്രസ് യുവർ പേഴ്സണൽ വ്യൂസ് ആൻഡ് ഐഡിയാസ് അബൌട്ട് എ പേഴ്സൺ, എ ബുക്ക് ആൻഡ് ഈവൻ എ ഫിലിം ആൻഡ് ക്യാരക്ടർ. അതായത് നമ്മുടെ പേഴ്സണൽ വ്യൂസ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു ലെസനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പേഴ്സണൽ വ്യൂസാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിലെ ഒരു ഇവൻറ്റിനെ കുറിച്ചായിരിക്കാം. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ട്രൈ ടു സ്റ്റാർട്ട് വിത്ത് സ്ട്രൈക്കിംഗ് പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രൈക്കിംഗ് പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ ഈ റൈറ്റ് അപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിനൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, റൈറ്റ് അപ്പ് എഴുതുമ്പോഴും നമ്മൾ കൃത്യമായൊരു ഹെഡിങ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് അപ്പ് എല്ലാ എക്സാമിനും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കാണ് റൈറ്റ് അപ്പിന് നമുക്കുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പല ആൻസേഴ്സിനെയും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചാൽ നമുക്ക് ചിലപ്പോൾ 3 ക്വസ്റ്റ്യനിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ നമുക്കൊരു റൈറ്റ് അപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു റൈറ്റ് അപ്പ് ആണ്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്, നേച്ചർ റിലേറ്റഡ് ആണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു എസ്സേ പോലെയാണ്, റൈറ്റ് അപ്പ് ആണ്. അപ്പം നേച്ചർ ഫോർ ഓൾ എന്നാണ്, നേച്ചർ ഈസ് ഫോർ ഓൾ എന്നാണ് ഇതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നോ ഡൗട്ട് നേച്ചർ ഈസ് ഓൺലി ഫോർ ഹ്യൂമൻ, ഇറ്റ് ഈസ് ഫോർ ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നേച്ചർ. ഇൻ അതർ വേർഡ്, ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് ആർ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത്. ഓക്കെ, അതായത് ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണ്. കാരണം ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഭൂമിയുടെ അവകാശികൾ. When we read the story The Adventures in a Banyan Tree by Ruskin Bond, we realize how much a single banyan tree can contribute the coexistence of various things in nature. അപ്പോൾ നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ഈ ബനിയൻ ട്രീന് ചുറ്റും അതുപോലെ തന്നെ ബനിയൻ ട്രീയിലും പല അധികം ക്രീച്ചേഴ്സും ജീവികളും ജീവിക്കുന്നുണ്ട്. The single banyan tree is dwelling place for squirrel and birds. ഓക്കെ, അവർക്കുള്ള പ്ലേസ് ആണ്. The resting place for the boy during the fig season. ഓക്കെ, അതാ ഹോട്ട് സീസണിൽ അവന് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയ ഒരു പ്ലേസ് ആയിരുന്നു ദ ബനിയൻ ട്രീ. ആൻഡ് ഇറ്റ് ഈസ് ഫുഡ് പ്രൊവൈഡഡ് ടു മെനി ബേർഡ്സ്. But often human action and plans are harmful to the ecosystem. We destroy nature for developments. We need infrastructure development, but our development plans and policies should not destroy nature, undermine to the ecosystem. Eco-friendly development plans should be promoted. അതായത് നമ്മൾ മനുഷ്യരാണ് നേച്ചറിനെ നശിപ്പിക്കുന്നത്. നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ബിൽഡിംഗ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നേച്ചറിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെൻ്റ് ആണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫായിട്ട്, വി ദ ഹ്യൂമൻ ഡു നോട്ട് ഹാവ് എ പർട്ടിക്കുലർ റൈറ്റ് ടു ഓവർ യൂസ് ടു or exploit natural resources. We are one among the countless species on earth. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്രം റൈറ്റ്സ് അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം ഈ ഭൂമിയിൽ പലതരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. We should consider other creatures living in this world. When we are destroying nature, we are actually denying the right of others to live as well as damaging our coexistence. അതായത് നമ്മൾ ഈ ഭൂമിയെ നശിപ്പിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശമാണ് ഇല്ലാതാകുന്നത്. അതുപോലെ തന്നെ നമ്മളെയുമാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത്. We should accept that nature is for all and do our maximum to protect it. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റൈറ്റ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതണം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ പോർട്രേറ്റ്സ് എ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് ഹോമിയോപ്പതി ഇൻ എ ഹ്യൂമറസ് വേ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ യൂസ് ഓഫ് ദ കോൺട്രാസ്റ്റ് ഇൻ ദ സ്റ്റോറി ടു ബ്രിങ് ഔട്ട് ഹ്യൂമർ. ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സത്യജിത് മെയ്ഡ് എ എലാബറേറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ ഷൂട്ടിംഗ് സീൻ with the tiger in his film Gubigan and Bagabaina. In the light of reading memoir Project Tiger, prepare a write-up on the difficulties faced by Rai in making of the film. അപ്പോൾ അത് പ്രൊജക്ട് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടൈഗറിനെ വെച്ചിട്ട് എങ്ങനെ ഒരു ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനും ഹിൻസ് ഉണ്ട്. ഇനി അടുത്തത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ നറേറ്റ്സ് ദ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് ഇൻ എ ഹ്യൂമറസ് വേ. അതായത് സ്നേക്കുമായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഇത് കൂട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് പോർട്രൈറ്റ്സ് എ ഫ്രൈറ്റനിങ്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളിത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ലെസണുകളാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ, അതുപോലെ തന്നെ പ്രൊജക്ട് ടൈഗർ. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുക. അതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇതൊക്കെ നമുക്ക് റൈറ്റപ്പ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മറന്നു പോകണ്ട, റൈറ്റപ്പ്. എത്ര മാർക്ക്? 7 മാർക്ക്. എത്ര മാർക്ക് മേടിക്കും നിങ്ങൾക്ക്? നിങ്ങൾ എത്ര മാർക്ക് മേടിക്കുക, എത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നോ നമുക്ക് ഫുൾ മാർക്ക് വരെ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക, പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, സീ യു.